ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ നമ്മുടെ വീടുകളിലെ ശില്പങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപേക്ഷിക്കാറുള്ള പതിവ്. അങ്ങനെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെട്ടേക്കാം. അങ്ങനെ ഉപകാരപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതായത് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഒന്ന് പ്ലാസ്റ്റർ പാരീസ് ആണ്, പിന്നെ കുറച്ച് ചകിരിയും. നമ്മൾ മുമ്പ് ചെയ്ത ഒരു ആലയുടെ വീഡിയോ ഉണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ ചെയ്ത പോലെ തന്നെ ചകിരിയും പ്ലാസ്റ്റർ പാരീസാണ് ഇതിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പോൾ അത് നമ്മൾ നന്നായി കുഴച്ചെടുത്ത ശേഷം നമ്മൾ ആ പൊട്ടിയ ഭാഗത്തേക്ക് ഇറക്കി കൊടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് ഭാഗം പുറത്തേക്ക് നീട്ടിയിടുകയാണ്. നമുക്ക് വീണ്ടും നീട്ടം കൂട്ടി എടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ട് കുറച്ച് നീട്ടി വെക്കുകയാണ്. അത് നീട്ടിയെടുത്ത ശേഷം വീണ്ടും ഒന്നുകൂടെ പ്ലാസ്റ്റർ പാരീസ് കുറച്ച് ഫ്രഷായിട്ട് കുഴച്ചെടുത്ത് അതിലൂടെ ചേർത്ത് ആ രൂപം അപ്പർ സൈഡിലെ ആ കൊമ്പിൻ്റെ രൂപത്തിൽ തന്നെ നമ്മൾ ഇപ്പറയും ചെയ്തെടുക്കുകയാണ്. ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്ലാസ്റ്റർ പാരീസ് ഒരു പകുതി ഉണങ്ങിയിട്ടുണ്ടാവും. ആ അവസ്ഥയിൽ വേണം നമ്മൾ ഇതിനെ ഷേപ്പ് ചെയ്തെടുക്കാൻ. അഗ്രഭാഗത്ത് നീണ്ടിരിക്കുന്ന ചകിരിയൊക്കെ നമ്മൾ കട്ട് ചെയ്ത ശേഷം അതിൻ്റെ ഷേപ്പിൽ ഒരു കത്തി ഉപയോഗിച്ചോ വാക്സ് ബ്ലേഡോ എന്തോ ഉപയോഗിച്ച് നമ്മൾ ആ ഷേപ്പിൽ ചെത്തിയെടുക്കുകയാണ്. അധികം ഡ്രൈ ആയി കഴിഞ്ഞാൽ ചെത്തിയാൽ കിട്ടില്ല. അതുകൊണ്ട് ഒരു പകുതി ഉണങ്ങിയ അവസ്ഥയിൽ വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ കൊമ്പിലുള്ള ആ ഡിസൈൻ അതുപോലെ വരയിട്ട് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാസ്റ്റർ പാരീസ് നന്നായി ലൂസായി കൊടുത്ത ശേഷം അങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാടുകളും കുഴികളെല്ലാം അടഞ്ഞ് അതൊരു ഫിനിഷിങ്ങിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഇതിൻ്റെ പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളറിലാണ് ഇപ്പോൾ ഈ നിലവിലുള്ളത്. അപ്പോൾ നമ്മൾ അത്രയും ഡാർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ലൈറ്റായിട്ട് കഴിയുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് റെഡ് പെയിൻ്റാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ അതിൻ്റെ പുറത്ത് പോളിഷ് ചെയ്യുന്നത്. അപ്പം ഇത് ഫുൾ ഫിനിഷായ ശേഷം പോളിഷ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പോളിഷ് ചെയ്യാൻ പോവാണ്. പോളിഷ് നമുക്ക് ഏത് ഉപയോഗിക്കാം, വാർണിഷോ നമുക്ക് കിട്ടുന്ന ഏത് സാധനങ്ങളും ഉപയോഗിക്കാം. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ കളറിന് വേണ്ടി ചേർക്കുന്നത് ബ്ലാക്ക് ഇനാമലാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നത്. നമുക്ക് റെഡ് ഇനാമൽ വേണം ചേർത്താൽ മതി. കളർ റെഡും ബ്ലാക്കും വേണം ഞാനതിനകത്ത് ഇതിൻ്റെ ടോപ്പ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് വുഡിൻ്റെ സ്റ്റെയിനറുകൾ കിട്ടും, അത് ഉപയോഗിച്ചാലും മതി. ഞാനിപ്പോൾ ഇതിനകത്ത് ഇനാമലും വുഡ് സ്റ്റെയിനറും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത്.
അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇത്തരം വീഡിയോസ് ലഭിക്കുവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് എനേബിൾ ചെയ്യുക.